ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ കുറെ നാളായി ഒരു വ്ളോഗ് ചെയ്തിട്ട് ഇന്ന് ഞങ്ങള് ഞാനും മക്കളും വീട്ടില് സ്റ്റക്കാണ്. സ്റ്റക്ക് ഇൻ ദ സെൻസ് ഞാനിന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. ബിന്ദു ചേച്ചിക്ക് വയ്യ. സോ യു ആർ ഓൾ ടുഗദർ സ്റ്റക്ക്. കുറേ ദിവസമായിട്ട് പനി പിടിച്ചിട്ടും അല്ലാണ്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പൊ ലീവ് എടുത്ത് ഞങ്ങളുടെ മാനസിക നില തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൊന്നയുടെ മുടി നല്ലോണം വലുതായിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്നൊന്നും സാധനങ്ങൾ വാങ്ങാൻ പോണെങ്കിൽ പോലും എനിക്ക് വാവനെ ആരെങ്കിലും ഏൽപ്പിക്കണം, അങ്ങനത്തെ കുറച്ച് ഇതാണ്. സോ ഇപ്പൊ റീസെന്റ് ഞങ്ങൾ പുറത്തു പോയപ്പോൾ വി ഡിസൈഡഡ് ടു ഗെറ്റ് എ ട്രിമ്മർ. അപ്പോൾ പൊന്നയുടെ മുടി നീ തുടങ്ങി വെട്ടുന്നത് ഞാനായിരിക്കും. എനിക്ക് ബാർബർ ഷോപ്പിൽ പോകണ്ട. പിന്നെ ബാർബർ ഷോപ്പിൽ പോകുമ്പോഴും ഇവന്റെ സ്കിന്നിന് കുറച്ച് ഇത്തിരി അലർജിക് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി തുടങ്ങി പൊന്നയുടെ മുടി വെട്ടാൻ പോകുന്ന ആരാണ്? അമ്മക്ക്. പക്ഷെ അമ്മക്ക് ശരിക്കും വെട്ടാറില്ല. പിന്നെ അമ്മ മുടി വെട്ടി കൊടുക്കാറുണ്ട്. അമ്മ അഞ്ജലിയുടെ മുടി വെട്ടാറുണ്ട്. പിന്നെ അമ്മാളും പൊന്നൊക്കെ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ അവരുടെ ഒക്കെ മുടി വെട്ടിയിരുന്ന അമ്മ. ശരിക്കും അപ്പോട് ചോദിച്ചു കപ്പയുടെ മുടിയൊക്കെ അമ്മ വെട്ടി കൊടുക്കാറുണ്ട്. അമ്മ എക്സ്പേർട്ടാണ്. അപ്പോ നമ്മളിപ്പോ യൂട്യൂബ് ട്യൂട്ടോറിയൽ കണ്ടിട്ടാണ് പൊന്നയുടെ മുടി വെട്ടാൻ പോകുന്നത്. ഇന്ന് നമ്മളിത് ഓപ്പൺ ആക്കുന്നു കേട്ടോ. ഇപ്പൊ ഇത് മിസ്റ്റർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് അതും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. ഇത് ലുലു എന്നാണ് വാങ്ങിയത്. 1290 ആണ് ഇതിന്റെ പ്രൈസ്. ബട്ട് ഇതിന് ഓഫർ ഉണ്ട് കേട്ടോ. അപ്പൊ അവര് പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ ഹെയർ കട്ടിനൊക്കെ ഇതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. വസു എന്ത് ചെയ്യാ? നമ്മൾ ബാൽക്കണി വന്നിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ പാർട്സ്. അതിന് ഇങ്ങനത്തെ 2 എക്സ്ട്രാ സാധനങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. പൊന്നാരുടെ അടുത്ത് നമ്മളത് വലിയ തട്ടിപ്പാന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈസിയാണ്. നമുക്ക് ചെയ്യാവനാ. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ഇതായിരിക്കും നമുക്ക് ഇത്തിരി കൂടെ അധികം ഷോർട്ട് ആവാണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതായിരിക്കും തോന്നുന്നു. നമുക്ക് ആദ്യം ഇതിടാം. ഞാൻ കുറച്ച് റെഫറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല. ഇതിന്റെ കൂടെ വേണ്ട സാമഗ്രികൾ ഞാൻ കാണിക്കാം. ഒരു കോമ്പ് വേണം, പിന്നെ ഒരു കുഞ്ഞു സിസർ വേണം കേട്ടോ. എന്നാണ് യൂട്യൂബിൽ ഏതൊരു ചേച്ചി ചെയ്യണം ഞാൻ കണ്ടത്. പിന്നെ ഓക്കെ, അതിൻ്റെ ഒക്കെ ആഡ് ഓൺ ആയിട്ട് പറയാനുള്ളത്, ഇതിന് ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെറിയൊരു ബ്രഷ് വരുന്നുണ്ട്. പിന്നെ ഒരു ഹെയർ ഓയിലും കൂടെ ഉണ്ടായിരുന്നു. അത് ഇവര് എവിടെയോ കൊണ്ടിട്ടു. ഓക്കെ, അത് ഞാൻ കാട്ടിത്തരാം. പിന്നെ എപ്പോഴും കാണിച്ചു തരാം. ആക്ച്വലി പൊന്നോട് ഞാൻ തള്ളി വെച്ചത്. പൊന്നെ വിശ്വസിച്ചിരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഭയങ്കര എക്സ്പേർട്ടാന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പൊന്നെ എന്തോ ഭയങ്കര ധൈര്യം തരുകയാണ്. അപ്പം എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാം നമുക്ക്. ആ ചേർട്ട് പിടിക്കും. അപ്പം എനിക്ക് ഇപ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പറ്റില്ലല്ലോ. സോ ഓക്കെ, എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഓക്കെ. പൊന്നെ എവിടെ ഇരിക്കണം? ആദ്യം നമുക്ക് എന്റെ ഹെയർ കെട്ടി വെക്കാം. ബിക്കോസ് നമുക്ക് ഡബിൾ മെസ്സസ് വേണ്ട അല്ലേ? വസു ഹായ്. വസു ഹായ് പറഞ്ഞേ. വസു നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇങ്ങോട്ട് വാ. കാണില്ല വസുവിനെ. വസു ഇങ്ങോട്ട് വാ. ഹായ്. ബിന്ദു ചേച്ചി വിളിക്കുന്നു. ബിന്ദു ചേച്ചി പറയും. നമ്മൾ കുഞ്ഞു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. വസുവിന്റെ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ വസുവിന്റെയും കൂടെ ഒരു മെമ്മറിയാ. വസു കമ്മിയാ, ഇവിടെ വന്നിരിക്കും. ചേട്ടൻ എടുത്ത് വന്നിരിക്കും. തുണി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിളിക്കണം. എടുത്തോ. നമുക്ക് കോംബ് ചെയ്യാം. കേട്ടോ. എന്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കാമോ? ഞാൻ മുടി വെട്ടാനായിട്ടിരിക്കുക. ഞാൻ മുടി വെട്ടാൻ വേണ്ടി ഇരിക്കുക. അമ്മ മുടി വെട്ടണേ. അപ്പയുടെ മുടി ചെറുപ്പത്തില് അപ്പയുടെ മുടി ഞാൻ വെട്ടിയിട്ടില്ലേ? ഞാൻ വെട്ടാറില്ല. എനിയുടെ മുടി
ആ കേട്ടോ. ശരി എന്നാ ഞാൻ വിളിക്കുന്നത് കേട്ട്. ശിവൻ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഓക്കെ ഇത് നോളൂട്ടാ. പവൻ ഓക്കെ അല്ലേ? നോക്കട്ടെ. ഇതില് പോയിന്റ് ഉണ്ട്. ഞാൻ ആദ്യം 10 ട്രൈ ചെയ്യാം. 10 ആണ് ഇത്രയും കൂടെ സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. ഓ നൈസ്, ദിസ് ഈസ് ഗുഡ്. അപ്പൊ 10 സേഫ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും 10 സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. 10 എന്ന് പറയുമ്പോൾ ഇതിന്റെ ലെങ്ത് ഇത്രയും ലോങ് ആവുക. ഇനി നമുക്ക് 7 ഓ ആ അതൊക്കെ ആവും. തലമരയ്ക്ക് പേടിയാണ്. ആ ഓക്കെ 7 കൊറേ മുടി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് 4 No, baby, no, Vasu. അല്ല എനിക്ക് തോന്നുന്നു ഈ സാധനം അല്ല ഇടണ്ടേന്ന്. ഇതായിരുന്നോ? ഒരു മിനിറ്റ്. വാ വസു ഇങ്ങോട്ട് വാ. കണ്ടിന്യൂ ചെയ്യട്ടെ. ഗൈസ് ഞങ്ങൾ മുടി വെട്ടലൊക്കെ കഴിഞ്ഞു. മുടി വെട്ടിയ ട്യൂട്ടോറിയൽ നല്ലതായിരുന്നില്ല. വിഷമമുണ്ടാവുന്നെനിക്ക്. സോറി. പൊന്നെ ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു മോനുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വക പരീക്ഷണങ്ങൾക്ക് നിൽക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത്രയും പാളിയിട്ടും അവൻ എന്നെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ നമ്മളിപ്പോൾ ഒന്ന് ഹൈലൈറ്റ് മോളിൽ പോയിട്ട് സെറ്റാക്കാൻ പോകണം. ഹൈലൈറ്റിൽ പോവാ വസു? ഹൈലൈറ്റിൽ പോവാ. ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഹൈലൈറ്റ് മോളിലൊന്നും പോയില്ല കേട്ടോ. ഞങ്ങൾ തുലിപ്പിൽ വരാമെന്ന് എക്സ്പേർട്സിന്റെ അഭിപ്രായം മാനിച്ച് നമ്മളിപ്പോൾ തുലിപ്പിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ അഞ്ചേരിച്ചിറയില് തുലിപ്പുണ്ട്. തുലിപ്പ്. ഹേ വസു, ഹായ്. ഹായ് പറഞ്ഞേ. ഹായ് 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 പറടാ. പൊന്നാ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. എന്ത് ചെയ്യാൻ പോവാ പൊന്നൻ? ഇതൊക്കെ പൊന്ന ചെയ്തതാണ് കേട്ടോ. ഇത് പൊന്ന ചെയ്തതാ അല്ലേ? ആ ബാക്ക് നോക്കട്ടെ. വലിയ പ്രശ്നം, കുറച്ച് പ്രശ്നമേ ഉള്ളൂ. അത് സാരമില്ല. ബൈ ഗൈസ്. വശു വശു പോവാ. ചേട്ടനെ മുടി സെറ്റാക്കാം നമുക്ക്. ഓക്കെ ഹലോ. ഹായ് പറയൂ വസു. ഹായ് പറയൂ വസു. ഹായ് പറയൂ പ്ലീസ്. ഹായ് പറഞ്ഞേ. ഹായ്. വസുൻ്റെ സോക്സ് കാണിച്ച. സോക്സ്. വസുൻ്റെ സോക്സ്. വസുൻ്റെ പൊട്ട് കാണിച്ച. പൊട്ട് 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 എവിടെ? പൊട്ട്. അങ്ങനെ ഞങ്ങൾ മുടി വെട്ടി. പിന്നെ ഹാപ്പി ആയാ? ഞാൻ അത്ര ഹാപ്പി അല്ല. അപ്പം എനിക്ക് കുറച്ച് സ്കിൻ റാഷസ് ഒക്കെ ഭീകരാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു ട്രീറ്റ് ഇറ്റ്. അല്ലേ പൊന്നാ? വസു ബൈ.
ടാറ്റ പറഞ്ഞേ, അമ്മ അവിടെ ഇല്ല. ടാറ്റ പറഞ്ഞേ. ബായ് പറയൂ വസു. വാ വസു, ബായ് പറയൂ. ബായ് ബായ്. ബായ്. പൊന്നയ്ക്ക് എന്താ ഇന്നത്തെ എക്സ്പീരിയൻസ്? അമ്മുന്റെ മുടി വെട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? അടിപൊളിയായിരുന്നു. പക്ഷെ അമ്മ ഡാൻഡഫിന്റെ കുറച്ച് പറഞ്ഞതാ. സെറ്റാക്കാം നമുക്ക്. ഡോണ്ട് വറി. ഓക്കെ, ഐ ലവ് യു. ബായ് പറഞ്ഞ എല്ലാവരോടും. ബൈ. ഹാവ് എ നൈസ് ഡേ.